ഓൺലൈനായി ദിക്ർ മജ്ലിസുകളൊക്കെ ഒരുപാട് നടക്കുന്ന കാലമാണ്. അപ്പോൾ നമ്മൾക്കൊരു ഔറാദ്, അതായത് പതിവായിട്ട് കൊണ്ട് നടക്കാൻ പറ്റിയ ദിക്റുകൾ, അദ്കാറു സ്വബാഹ് വൽ മസാ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. രാവിലെയും വൈകുന്നേരവും നമ്മളുടെ പോസിറ്റീവ് എനർജി ബൂസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്ന ദിക്ർ ശരിക്കും വലിയ കാവലാണല്ലോ. അക്കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ദിക്റുകൾ നമ്മൾ പതിവാക്കണം. അപ്പോൾ അതിന് ഏതാണ് നല്ലത്? ഇങ്ങനെയുള്ള ദിക്ർ മജ്ലിസുകളിൽ കൂടുന്നതാണോ, അല്ലെങ്കിൽ നമ്മ തന്നെ അത് പഠിച്ച് അതിൻ്റെ ആശയമൊക്കെ മനസ്സിലാക്കി നമ്മ തന്നെ അത് ചെല്ലുന്നതാണോ നല്ലത് എന്ന് ചോദിച്ചാൽ, ഒരു അർത്ഥശങ്കക്കും ഇടയില്ലാത്ത വിധം പറയാൻ പറ്റും നമ്മൾ തന്നെ അത് പഠിച്ചിട്ട് നമ്മൾ തന്നെ അതൊരു ഔറാദാക്കിയിട്ട് കൊണ്ടു നടക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം അത് ശരിക്കും പഠിക്കുക. പഠിച്ചതിന് ശേഷം അത് ഔറാദാക്കിയിട്ട് കൂടെ കൂട്ടുക. രാവിലെയും വൈകുന്നേരവും എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യപ്പെടുന്നത്. ഇപ്പോൾ ചില സൂറത്തുകൾ ഉണ്ടാകും അതിൽ കൂട്ടത്തിൽ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഓതാൻ പറ്റുന്നതുണ്ടാകും. നിങ്ങൾക്ക് എത്ര പറ്റും അത്ര നിങ്ങൾ ഒന്നിച്ച് കൂടെ കൂട്ടുക. അത് നിങ്ങൾ പതിവായിട്ട് കൊണ്ടു നടക്കുക. മാസത്തിലൊരിക്കൽ ചെല്ലാൻ പറ്റുന്ന, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഓതാൻ പറ്റുന്ന സൂറത്തുകൾ മീൻസ് ഇപ്പം എല്ലാവർക്കും ദിവസവും ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ലല്ലോ. ഇപ്പോൾ ചില ആളുകൾ പരിഭവമൊക്കെ പറയാറുണ്ട്. ഞാൻ ഇങ്ങനെ കോഴ്സൊക്കെ നടത്തുന്ന ആളായതുകൊണ്ട് പരിഭവമൊക്കെ പറയാറുണ്ട്. ഞാൻ ഇത്ര തുടങ്ങി, പക്ഷേ എനിക്ക് അത്രയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് പരിഹാരവും കൂടെ ആയിട്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ നിങ്ങൾ കുറേ കൂടുതൽ നിങ്ങൾ തുടങ്ങണ്ട. കുറേ ജാസ്തി ഒരുപാട് ഔറാദുകൾ നിങ്ങൾ ദിവസം ചെല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ കരുതണ്ട. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് പറ്റുന്നത്ര, എത്ര ചെറുതാണെങ്കിലും അത് പതിവാക്കാൻ പറ്റുന്നത് എന്താണോ അതാണ് ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മാ ദാവമ അലൈഹി സ്വാഹിബുഹു, അതാണ് ഖൈർ എന്ന് പറഞ്ഞാൽ പതിവായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുന്നത്, പതിവായി കൊണ്ട് നടക്കുന്നത് ഏതാണോ അതാണ് ഖൈർ. അപ്പോൾ കുറവാണോ കൂടുതലാണോ എന്നുള്ളതിനേക്കാൾ പതിവായിട്ട് എത്ര കൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ കുറേ വലിയ സൂറത്തുകളൊക്കെ ഉണ്ടാവും നമ്മൾക്ക് ഓതാൻ അത്രയും ആശയുള്ളത് എന്ന് പറഞ്ഞാൽ പതിവായിട്ട് ഓതണം എന്ന് ആശയുള്ളത്. ചിലപ്പോൾ ആഴ്ചയിലൊരിക്കൽ ആക്കാം, അങ്ങനെ വെള്ളിയാഴ്ചകളിൽ മാത്രം, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ മാത്രം, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കൂടെ കൂട്ടാമല്ലോ. ഏതായാലും ഇങ്ങനെ ഒരു ഔറാദ് നമ്മളുടെ കൂടെ ഉണ്ടാകുന്നത് നമ്മൾക്ക് വലിയ കാവലാകും. അള്ളാഹു എല്ലാ നന്മകൾക്കും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.